ഹലോ. നമ്മള് അങ്ങനെ 15th ചാപ്റ്ററിൽ എത്തിയിരിക്കുകയാണ്. 15th ചാപ്റ്ററിന്റെ പേരാണ് കിസാൻ. കിസാൻ എന്ന് പറഞ്ഞാൽ ഫാർമർ, കർഷകൻ. ആരാണ് ഒരു ഫാർമർ? എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ? നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ധാന്യങ്ങൾ, അതായത് അരി, ഗോതമ്പ്, പിന്നെ പച്ചക്കറികളും പഴങ്ങളും ഒക്കെ കൃഷി ചെയ്ത് ഉണ്ടാക്കുന്ന ആളിനെയാണ് കിസാൻ എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിലും നമുക്കറിയുന്ന പല ആൾക്കാരും കർഷകരായിരിക്കും. നിങ്ങൾക്ക് ഏതെങ്കിലും കർഷകരെയൊക്കെ പരിചയമുണ്ടോ? ഇതൊരു ആനന്ദ്മയി കവിതയാണ്. നമുക്ക് ഈ കവിതയൊന്ന് വായിച്ചു നോക്കാം. नहीं हुआ है अभी सवेरा, पूरब की लाली पहचान, चिड़ियों के जगने से पहले खाड़ छोड़ उड़ गया किसान. नहीं हुआ है अभी सवेरा. സവേര എന്ന് പറഞ്ഞാൽ മോർണിംഗ്, രാവിലെ. നെഹി ഹുവ, ഇതുവരെയും രാവിലെ ആയിട്ടില്ല, നേരം പുലർന്നിട്ടില്ല. പൂരബ് കി ലാലി പേച്ചാൻ. പൂരബ്, പൂരബ് എന്ന് പറഞ്ഞാൽ ഈസ്റ്റ് സൈഡ്, അതായത് കിഴക്ക് വശം. കിഴക്ക് സൈഡിൽ നിന്നാണ് സൂര്യൻ ഉദിച്ചുയർന്നു വരുന്നത് അല്ലേ? അപ്പൊ സൂര്യൻ ഉദിച്ചു വരുന്ന ആകാശത്ത് ലാലി പേച്ചാൻ, ഒരു ചെറിയ റെഡ് കളറിൽ ലൈറ്റ് വരുന്നേ ഉള്ളൂ. ചിടിയോം കെ ജഗ്നെ സെ പെഹ്ലെ, ചിടിയോം പക്ഷികൾ, പക്ഷികൾ ജഗ്നെ സെ പെഹ്ലെ എഴുന്നേൽക്കുന്നതിന് മുൻപ്. ഘാട്ട് ചോട് ഉഡ് ഗയാ കിസാൻ. ഘാട്ട് എന്ന് പറഞ്ഞാൽ ഇതാ ഈ ഒരു കട്ടിലിനാണ് ഘാട്ട് എന്ന് പറയുന്നത്. കട്ടിലൊക്കെ വിട്ട് എഴുന്നേറ്റു. ആരാ? കിസാൻ. കിസാൻ അപ്പോ ഉച്ചവരെ ഒന്നും കിടന്നുറങ്ങില്ല. എല്ലാവരും എണീക്കുന്നതിന് മുമ്പ്, സൂര്യൻ ഉദിക്കാനാവുന്നതിന് മുമ്പേ തന്നെ കട്ടിലൊക്കെ വിട്ട് കർഷകൻ എണീക്കും. खिला पिलाकर बैलों को ले करने चला खेत पर काम, नहीं कभी त्योहार न छुट्टी, उसको नहीं कभी आराम. അപ്പൊ ഉറങ്ങി എണീച്ചതിന് ശേഷം ഖില പിലാക്കർ, ഖില എന്ന് പറഞ്ഞാൽ ഭക്ഷണം കൊടുക്കുക, കഴിക്കാൻ കൊടുക്കുക. പില എന്ന് പറഞ്ഞാൽ വെള്ളം കുടിക്കാൻ കൊടുക്കുക. ബൈലോം കോ, കണ്ടോ ഇവിടെ ബൈലോം ആരാണ്? കർഷകന്റെ കൂടെ നിലം ഉഴാനൊക്കെ കൊണ്ടുപോകുന്ന കാളകളെ കണ്ടിട്ടില്ലേ? അതാണ് ബൈലോം. അപ്പൊ രാവിലെ തന്നെ എണീച്ച് ഈ ഒരു കാളകൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് അതിന് കുടിക്കാനുള്ളതൊക്കെ കൊടുത്തതിന് ശേഷം കർണേ ചല ഖേത് പർ കാം, തോട്ടത്തിലേക്ക് അല്ലെങ്കിൽ പാടത്തേക്ക് ജോലി ചെയ്യാൻ വേണ്ടി അവരെയും കൂട്ടി കർഷകൻ പോകും. ഖേത്, ഖേത് എന്ന് പറഞ്ഞാൽ കൃഷിയിടം. എവിടെയാണോ കൃഷി ചെയ്യുന്നത് ആ സ്ഥലത്തിന് പറയുന്ന പേരാണ് ഖേത്. അവിടേക്ക് ജോലി ചെയ്യാൻ നേരെ പോകും. നെഹി കബി ത്യോഹാർ ന ചുട്ടി എന്ന് പറഞ്ഞാൽ കർഷകന് ഒരിക്കലും ഒരു ഉത്സവത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം ലീവോ ഒന്നുമില്ല. എല്ലാ ദിവസവും രാവിലെ എണീച്ചിട്ട് ഇതേ ഒരു റുട്ടീനാണ് ഫോളോ ചെയ്യുന്നത്. സാധാരണ നിങ്ങളൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് സൺഡേ ഹോളിഡേ അല്ലേ? അച്ഛനമ്മമാരൊക്കെ ജോലിക്ക് പോകുന്ന സമയത്ത് ഓഫീസിന് സൺഡേ ഒക്കെ ഹോളിഡേ അല്ലേ? അതുകൂടാതെ എന്തെങ്കിലും ആഘോഷങ്ങൾക്കും ഒക്കെ ലീവ് ഉണ്ടാവും അല്ലേ? എന്നാൽ ഈ കർഷകനാണെങ്കിലോ എല്ലാ ദിവസവും പോയി ജോലി ചെയ്യണം. അവർക്ക് ഒരു വിശ്രമവും ഇല്ല, ഒരു ലീവും ഇല്ല. ഉസ്കോ നഹി കബി ആരാം, അദ്ദേഹത്തിന് ഒരിക്കലും ഒരു റെസ്റ്റും ഇല്ല, എപ്പോഴും ജോലി ചെയ്തുകൊണ്ടേയിരിക്കും. ഗരം ഗരം ലൂ ചൽത്തി സൻസൻ, ധർത്തി ജൽത്തി തവേ സമാൻ, തബ് ഭി കർത്താ കാം ഖേത് പർ, ബിനാ കിയെ ആരാം കിസാൻ. गरम गरम लू चलती सनसन, धरती जलती तवे समान, तब भी करता काम खेत पर, बिना किए आराम किसान. ചൂട് കാലത്ത്, സമ്മർ ആവുന്ന സമയത്ത് ലൂ, ലൂ എന്ന് പറഞ്ഞ ചൂട് കാറ്റിനെയാണ് പറയുന്നത്. ചില സ്ഥലങ്ങളിലൊക്കെ ചൂടുകാലമാവുന്ന സമയത്ത് ഹീറ്റ് വേവ്സ് അല്ലെങ്കിൽ ചൂടുള്ള കാറ്റുണ്ടാവും, അതിനാണ് ലൂ എന്ന് പറയുന്നത്. ആ സമയത്ത് പുറത്തൊന്നും പോവരുതെന്ന് ഗവൺമെന്റിന്റെ ഓർഡർ ഒക്കെ കേൾക്കാറില്ലേ? സൂര്യാഘാതം വരും, സൂര്യന്റെ പ്രകാശം കൊണ്ട് നമുക്ക് പൊള്ളലേൽക്കും എന്നൊക്കെ പറയാറില്ലേ? ആ സമയത്ത് ധർത്തി ജൽത്തി തവേ സമാൻ. നിങ്ങളുടെ വീട്ടിലൊക്കെ ദോശ ഉണ്ടാക്കുന്ന തവയില്ലേ? അത് അടുപ്പിൽ വെച്ചാൽ എന്താ സംഭവിക്കുക?
നന്നായി ചൂടാവും അല്ലെ? ജൽത്തി. അപ്പോ ധർത്തി, ഭൂമി തവ പോലെ പൊള്ളിയിരിക്കും. അങ്ങോട്ട് നമുക്ക് കാല് പോലും വെക്കാൻ പറ്റില്ല, ചൂടായിരിക്കും. തബ്ബി കർത്താ കാം ഖേത് പർ. അങ്ങനെയുള്ള സമയം പോലും എനിക്ക് ജോലി ചെയ്യാൻ വയ്യാന്ന് പറഞ്ഞ് മാറ്റി നിൽക്കാൻ പറ്റില്ല. തബ്ബി, ആ സമയത്ത് പോലും കർത്താ കാം ഖേത് പർ. ബിനാ കിയെ ആരാം കിസാൻ. ഒരു റെസ്റ്റും എടുക്കാതെ ഫുൾ ടൈം ജോലി ചെയ്യും കിസാൻ. കണ്ടോ, പാവം അല്ലേ? ചൂടുകാലത്ത് ഒരു ചെരുപ്പ് പോലും ഇല്ലാണ്ട് ഈ ചൂടായിട്ടുള്ള ഭൂമിയിൽ ചവിട്ടി ചവിട്ടി തന്നെ ജോലി ചെയ്തുകൊണ്ടിരിക്കണം. ഇനി ചൂടുകാലമൊക്കെ പോയിട്ട് മഴക്കാലം വന്നാലോ? बादल गरज रहे घट घट घट, बिजली चमक रही चमचम, मूसलाधार बरसाती पानी जरा न रुकता लेता दम. ബാദൽ ഖർജ് രഹേ എന്ന് പറഞ്ഞ ഇടിമുഴക്കം വരിക. ഇടി വെട്ടുന്നത് എങ്ങനെയാണ്? ഘഡ് 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 എന്നുള്ള ശബ്ദത്തോടു കൂടിയാണ്. ബിജ്ലി ചമക് രഹി ചംചം, മിന്നല് ലൈറ്റ്നിങ് വരികയാണ്. ചംചം. മുസ്ലാധാർ ബർസാത്ത പാനി, ഭയങ്കര ശക്തമായിട്ട് മഴ പെയ്യാണ്. ബർസാത്ത പാനി, ആകാശത്തുനിന്ന് ശക്തമായ മഴ പെയ്യാണ്. എന്നാലും ജറാന രുക്ത, ഒരു നിമിഷം പോലും നിൽക്കൂല. രുക്ത എന്ന് പറഞ്ഞാൽ നിൽക്കുക. ഇതൊക്കെ പെയ്താലും നേരെ വീടിനുള്ളിൽ പോയിട്ട് ഇരിക്കുകയല്ല ചെയ്യുക, ആ മഴയിൽ തന്നെ ജോലി ചെയ്യാണ്. ജറാന രുക്ത ലേത്താദം, ജോലി ചെയ്യുന്നത് ഒരു നിമിഷം പോലും നിൽക്കില്ല. ഹാത്ത് പാവ് ടിറ്റൂരെ ജാത്തേ ഹേ. ഓക്കെ, അപ്പൊ മഴക്കാലമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഇനി എന്താ വരിക? മഞ്ഞുകാലം വരും, തണുപ്പ് കാലം വരും അല്ലേ? ഇനി ആ സമയത്ത് കിസാന് റെസ്റ്റ് എടുക്കാൻ പറ്റുമോ? നോക്കാം. ഹാത്ത് പാവ്, കയ്യും കാലും, ടിറ്റൂരെ ജാത്തേ ഹേ. ടിറ്റൂരെ എന്ന് പറഞ്ഞാൽ തണുത്തിട്ട് ഫ്രീസ് ആവാ. നമുക്ക് ഭയങ്കര തണുപ്പ് കാലമൊക്കെ വരുമ്പോൾ പുറത്തിറങ്ങാൻ പോലും പറ്റില്ല, കയ്യും കാലും ഒക്കെ തണുത്ത് വരച്ചിട്ട്. അങ്ങനത്തെ സമയത്ത് ഘർസെ ബാഹർ നിക്ലെ കോൻ, വീട്ടിൽ നിന്ന് ആരെങ്കിലും പുറത്തിറങ്ങുമോ? നമ്മളൊക്കെ വീട്ടിന്റെ ഉള്ളിൽ മൂടി പൊതിച്ചിരിക്കാനാണ് ശ്രമിക്കുക. ഫിർ ബി ആഗ് ജലാ ഖേതോം കി രഖ്വാലി കർത്ത വഹ് മോൻ. അപ്പോ അങ്ങനത്തെ സമയങ്ങളിൽ പോലും ഫിർബി, ഇങ്ങനത്തെ ഒക്കെ സിറ്റുവേഷൻ ഉണ്ടായാലും ആഗ് ജല, കണ്ടോ, തീയൊക്കെ കത്തിച്ചിട്ട് ഖേതോങ്കി രഖ്വാലി, ഈ ഒരു തോട്ടത്തിന്റെ എപ്പോഴും രഖ്വാലി എന്ന് പറഞ്ഞാൽ നന്നായിട്ട് നോക്കും. ശ്രദ്ധിക്കാണ്ടിട്ട് കഴിഞ്ഞാൽ ഇവിടെ വിളഞ്ഞിരിക്കുന്ന വിളയൊക്കെ ആരെങ്കിലും കള്ളന്മാര് കൊണ്ടുപോകും അല്ലേ? അപ്പൊ തണുപ്പാണെന്ന് വിചാരിച്ചിട്ട് വീട്ടിനുള്ളിൽ ഇരുന്നാൽ എന്ത് സംഭവിക്കും? ഒന്നുകിൽ ഏതെങ്കിലും കള്ളന്മാർ ഇതൊക്കെ എടുത്തു കൊണ്ടുപോകും, ഇല്ലെങ്കിൽ ഏതെങ്കിലും ജീവികൾ വന്നിട്ട് കടിച്ച് നശിപ്പിക്കും, അല്ലെങ്കിൽ കാക്കയോ അല്ലെങ്കിൽ ഏതെങ്കിലും കിളികളോ ഒക്കെ കൊത്തിക്കൊണ്ടുപോകും. അപ്പൊ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി ഈ ഒരു കർഷകൻ എത്ര തണുപ്പായാലും തീയൊക്കെ കൂട്ടി ആ ഒരു ഫാമിൽ വന്നിരുന്നിട്ട് അല്ലെങ്കിൽ തോട്ടത്തിൽ വന്നിരുന്നിട്ട് തന്റെ കൃഷി നോക്കിക്കൊണ്ടേയിരിക്കും. കണ്ടോ, ഒരു സ്കെയർ ക്രോനൊക്കെ ഇവിടെ കുത്തിവെച്ചിരിക്കുന്നുണ്ടല്ലോ. എന്തിനാ ഇത്? കിളികളെ ഓടിക്കാനായിരിക്കും അല്ലേ? हे किसान को चाइन कहा, वह करता रहता हरदम काम, सोचा नहीं कभी भी उसने घर पर रह करना आराम. കർഷകന്മാര് ഒരിക്കലും, അവർക്ക് എപ്പോഴാ സമാധാനം ഉണ്ടാവുക? എപ്പോഴും അവര് കർത്താരത്ത ഹർദം കാം. ഹർദം എന്ന് പറഞ്ഞാൽ എല്ലാ സമയത്തും, കാം എന്ന് പറഞ്ഞാൽ ജോലി. അവര് എല്ലാ സമയത്തും ജോലി ചെയ്തുകൊണ്ടേയിരിക്കും. സോച്ചാ നഹി കഭി ബി ഉസ്നെ, ഒരിക്കലും അദ്ദേഹം ചിന്തിച്ചിട്ടില്ല എന്താണ്? ഘർ പർ രഹ്, വീട്ടിലിരുന്നിട്ട് കർണ ആരാം, റെസ്റ്റ് എടുക്കണം എന്ന് ഒരിക്കലും വിചാരിക്കില്ല. അപ്പൊ ഒരു കർഷകനാണെങ്കിൽ കൃഷി, അത് വിത്തിട്ട് അത് മുളച്ചു വന്നിട്ട് അത് വലുതാവുന്നവരെ അതിന് വെള്ളമൊക്കെ ഒഴിച്ച് അതിനെ നോക്കി, അത് അതിന്റെ ശത്രുക്കളോ അല്ലെങ്കിൽ ഏതെങ്കിലും ജീവികളോ അത് പറിച്ചു കൊണ്ടുപോവാതെ അല്ലെങ്കിൽ എടുത്ത് മോഷ്ടിച്ചു കൊണ്ടുപോവാതെ അതിനെ സംരക്ഷിച്ച് ലാസ്റ്റ് അതിന്റെ വിളവെടുക്കുന്നവരെ കിസാനിന് ഒരിക്കലും റെസ്റ്റ് എടുക്കാൻ പറ്റില്ല. അത് എപ്പോഴും കൃഷി ചെയ്തുകൊണ്ടേയിരിക്കും.
ഇങ്ങനെ ഓരോ കർഷകന്മാരും കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വരുന്ന ധാന്യങ്ങളും പച്ചക്കറികളും ഒക്കെയാണ് നമ്മൾ ഷോപ്പിലൊക്കെ പോയിട്ട് വാങ്ങിയിട്ട് കഴിക്കുന്നത്. നമ്മൾ എപ്പോഴും ഭക്ഷണം കഴിക്കുമ്പോൾ ഇതേപോലെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ഇതൊക്കെ ഉണ്ടാക്കിയ കർഷകന്മാരെ എപ്പോഴും നമ്മൾ ഓർക്കണം കേട്ടോ. നിങ്ങൾ ഓരോരുത്തരും ഓർക്കണം. ആ കവിത ഇപ്പൊ ഇവിടെ കഴിയാണ്. നമുക്ക് എക്സസൈസിലേക്ക് പോവാം. ബാത്ചീത് കേലിയെ, ഈ ഒരു സെക്ഷൻ നമ്മൾ എപ്പോഴും പറയാറുള്ളത് പോലെ നിങ്ങൾക്ക് ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളതാണ്. ഇതിന്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് ടീച്ചേഴ്സ് എഴുതി തന്നിട്ടുണ്ടെങ്കിൽ ആ ലൈൻസ് അതേപോലെ പഠിക്കുക. ഇപ്പൊ നമുക്ക് ഇതിന്റെ മീനിങ് എന്താണെന്ന് നോക്കാം. ക്യാ ആപ്കെ പരിവാർ മേ കോയി കിസാൻ ഹേ? നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ കുടുംബത്തിലോ എവിടെയെങ്കിലും നിങ്ങളുടെ ഫാമിലിയിൽ ഒരു കിസാൻ, ഒരു ഫാർമർ ഉണ്ടോ? വേ ദിൻ മേ ക്യാ ക്യാ കാം കർത്തെ ഹേ? അവര് ഒരു ദിവസം എന്തൊക്കെ ജോലികളാണ് ചെയ്യുന്നത്? അത് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്യണം. ഓക്കെ? ക്യാ ആപ് കബി ഖേത് മേ ഗയേ ഹേ? നിങ്ങൾ എപ്പോഴെങ്കിലും ഇതേപോലെയുള്ള ഒരു പാടത്തോ അല്ലെങ്കിൽ ഒരു തോട്ടത്തിലോ പോയിട്ടുണ്ടോ? വഹാ ക്യാ ക്യാ ദിഖായി ദേത്താ ഹേ? അങ്ങനെ അഥവാ പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫാമിൽ, ആ ഒരു തോട്ടത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടാവുക? आपको कौन सा काम करना सबसे अच्छा लगता है? നിങ്ങൾക്ക് ഏത് ജോലി ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്യില്ലേ? ലൂ ചലനെ കാ പത്ത ആപ്കോ कैसा लगता है? ലൂ ഇപ്പോ ഇനിയൊരു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ലൂ വരാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പോ ലൂ ആണ് നടക്കുന്നത്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ എങ്ങനെയാ സാധാരണ അറിയാറ്? ന്യൂസ് പേപ്പറിലോ ടിവിയിലോ ഒക്കെ ന്യൂസ് കാണുമല്ലേ? നിങ്ങൾക്ക് സ്വയം ഭയങ്കര ചൂടാണെന്ന് ഫീൽ ചെയ്യും. അപ്പോഴായിരിക്കും ന്യൂസിലൊക്കെ വരുന്നത് നമ്മുടെ സ്റ്റേറ്റ് അല്ലെങ്കിൽ നാഷണൽ ഏജൻസീസ് പറയുന്നു ഇനി അങ്ങോട്ട് കുറച്ച് ദിവസം ഹീറ്റ് വേവ്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്ന്. അപ്പൊ ന്യൂസിലോ അല്ലെങ്കിൽ പേപ്പറിലോ ഒക്കെ നിങ്ങൾക്ക് അത് അറിയാൻ പറ്റും. चिड़ियों को भगाने के लिए खेत में क्या लगाया जाता है? കിളികളെ ഓടിക്കാൻ വേണ്ടി ഈ ഒരു തോട്ടത്തിൽ എന്താണ് വെക്കുക? സ്കെയർക്രോ ആണല്ലേ. അപ്നി ഭാഷ മേ ഉസ്കാ നാം ബതായിയേ. നിങ്ങളുടെ ഭാഷയിൽ അതിന്റെ എന്താണ് പറയാന്ന് പറയാം. എന്താണ് മലയാളത്തിൽ പറയാ? നോക്കുകുത്തി എന്ന് പറയും. ഇനിയും നിങ്ങൾക്കറിയാവുന്ന സ്കെയർക്രോന് വേറെ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ നിങ്ങളുടെ സ്കൂളിൽ പോയിട്ട് കുട്ടികളൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്യണം കേട്ടോ. आपको किसान की सबसे अच्छी बात क्या लगती है? ഈ ഒരു കർഷകനെ പറ്റി നിങ്ങൾക്ക് ഏറ്റവും അച്ചി ബാത്, ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം, ഒരു നല്ല കാര്യം എന്താണ് തോന്നുന്നത്? കിസാൻ എത്ര ടയേർഡ് ആയാലും എന്തൊക്കെയാണെങ്കിലും ആ ഒരു കൃഷി അവർ ചെയ്യുന്ന ഒരു വർക്കിനെ ഭയങ്കര ഡെഡിക്കേഷനോടെയാണ് ചെയ്യുന്നത്. വളരെ ആത്മാർത്ഥതയോടെയാണ് അത് ചെയ്യുന്നത് അല്ലേ? അങ്ങനെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു കർഷകനിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്വാളിറ്റി എന്താന്ന് പറഞ്ഞാൽ അത് ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്യാം. सोचिए और लिखिए. खेत में उगने वाले कुछ वस्तुओं के नाम लिखिए. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു അല്ലേ, കുറേ കാര്യങ്ങൾ കൃഷി ചെയ്തുണ്ടാക്കുന്നതിനെ പറ്റി. അങ്ങനെ പാടത്ത് കൃഷി ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുടെ പേരൊന്ന് ഓർത്ത് പറയാമോ? നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഗേഹു എന്ന് പറഞ്ഞാൽ വീറ്റ്. ചാവൽ റൈസ്. ഭുട്ട മേസ്. കപ്പാസ് കോട്ടൺ എന്നും ചില സ്ഥലത്ത് പറയും, കപ്പാസ് എന്നും പറയും. ഖന്ന ഷുഗർ കെയിൻ. സർസോം മസ്റ്റാർഡ്. ഇതൊക്കെ കൃഷി ചെയ്യും അല്ലേ പാടത്ത്. ഇതേപോലെ വേറെ എന്തൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് പറയാമോ? അപ്പൊ നിങ്ങൾക്ക് അറിയുന്നതും ഇനി ഇതിൽ നിന്ന് വേണമെങ്കിൽ എടുത്തിട്ടും നിങ്ങളുടെ ബുക്കിൽ ഈ ഒരു സ്പേസിൽ ഫിൽ ചെയ്യാം. അടുത്തത്, ठंड से बचने के लिए आप किन किन वस्तुओं का प्रयोग करते हैं? उनके नाम लिखिए. ठंड എന്ന് പറഞ്ഞാൽ തണുപ്പ്. അപ്പൊ തണുപ്പ് കാലത്ത് തണുപ്പിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി നിങ്ങൾ ഏതൊക്കെ വസ്തുക്കളിലാണ് ഉപയോഗിക്കുന്നത്? അതിന്റെ പേര് ഇവിടെ എഴുതാം.
നിങ്ങൾ വേഗം ആലോചിച്ചിട്ട് ലിസ്റ്റ് ചെയ്യാം. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. സ്വെറ്റർ, സ്വെറ്റർ അറിയാലോ. കമ്പൽ, ബ്ലാങ്കറ്റ്. ടോപ്പി, തൊപ്പി. പിന്നെ മോസെ, സോക്സിന് മോസെ എന്നാണ് പറയാ. പിന്നെ ഷോൾ, ഷോൾ. കോട്ട്, നല്ല കട്ടിയുള്ള കോട്ട്. ഇങ്ങനെ പലതും നമ്മൾ തണുപ്പിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി ഉപയോഗിക്കും. ഇതല്ലാതെ വേറെ ഏതെങ്കിലും നിങ്ങൾക്ക് എഴുതണമെങ്കിൽ അതും നിങ്ങളുടെ ബുക്കിൽ ഫിൽ ചെയ്യാം. ഓക്കെ. शब्दों का खेल. इस कविता में सन सन, घट 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 और चम चम जैसे शब्द आए हैं. ऐसे ही अपनी पसंद के कुछ और शब्द बनाइए और कविता में पूरी कीजिए. ഹവാ ചൽത്തി സൻസൻ, അതായത് നേരത്തെ നമ്മൾ കവിതയിൽ പല സ്ഥലത്തും ബാദൽ ഗർജ്തേ, ഘട്ട് ഘട്ട് ഘട്ട്, ബിജ്ലി ചമക്തി, ചം 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 എന്ന് പല സൗണ്ടുകൾ കണ്ടോ. സൺ സൺ, ഗഡ് ഗഡ് ഗഡ്, അങ്ങനെ പല ശബ്ദങ്ങളും നമ്മൾ കേട്ടു. ഇതേപോലെ ഈ ഒരു തന്നിരിക്കുന്ന ഗ്യാപ്പില് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ശബ്ദങ്ങൾ ഉപയോഗിച്ച് ഫില്ല് ചെയ്യൂ. ഫോർ എക്സാമ്പിൾ, പത്തേ ഉടുത്തേ തൻ തൻ, കാറ്റില് പറന്നു പോവാണ് ഇലകള്. അത് തൻ തന്ന് വെറുതെ കൊടുത്തു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഷൂ ഷൂ, ഇലകള് പറന്നു പോകുന്ന ശബ്ദം എന്താണോ തോന്നുന്നത് അത് അതേപോലെ എഴുതി വെക്കുക. ഓക്കെ. ബാരിഷ് ഹോത്തി, മഴ എങ്ങനെയാ പെയ്യാ, ടപ് 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 ടപ്, അങ്ങനെ. ഓലെ ബർസ്തേ, ഓലെ എന്ന് പറഞ്ഞ ഹെയിൽ സ്റ്റോൺ, ആലിപ്പഴം എന്നും പറയും. ഹെയിൽ സ്റ്റോൺ വീഴുന്നത് ടൻ ടൻ. സബ് ശാന്ത് ഹോ ജാത്ത ഹോലെ ഹോലെ, ഹോലെ ഹോലെ എന്ന് പറഞ്ഞാൽ സ്ലോലി സ്ലോലി എന്നാണ് അർത്ഥം. നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും ഒരു ഭയങ്കര ശാന്തമായ ശബ്ദത്തിന്റെ പേരും കൊടുക്കാം. ഫിർ സൂരജ് ചമക്ത ഛം ഛം, അങ്ങനെ കണ്ടോ, കാറ്റടിച്ചു, ഇലകളൊക്കെ പറന്നു പോയി. പിന്നെ ക്ലൗഡ്സ് ഗർജ്തേ, അതായത് ഇടിവെട്ടി. പിന്നെ മിന്നൽ വന്നു, മഴ പെയ്തു, പിന്നെ ആലിപ്പഴം വീണു. അതിനുശേഷം എല്ലാം സാബ് ശാന്ത് ഹോ ജാത്ത, എല്ലാം നിന്നിട്ട് ലാസ്റ്റ് എന്ത് വന്നു, ഫിർ സൂരജ് ചമക്കത്ത, പിന്നെ സൂര്യൻ പുറത്തേക്ക് വന്നു, നല്ല വെളിച്ചം വന്നു. അപ്പൊ ഇതും പോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാക്കുകൾ ഇവിടെ ഫിൽ ചെയ്യാം. ആയേ കുച്ച് ബനായേ, യഹ് ബാഗ് ബച്ചാവോ കാ പോസ്റ്റർ ഹേ. ബാഗ് എന്ന് പറഞ്ഞാൽ കണ്ടോ, ഈ ഒരു ടൈഗർ അല്ലെങ്കിൽ ഒരു പുലിക്കാണ് ബാഗ് എന്ന് പറയുന്നത്. ബാഗ് ബച്ചാവോ, ടൈഗറിനെ രക്ഷിക്കൂ എന്ന് കാണിക്കുന്ന ഒരു പോസ്റ്റർ ആണ്. ബിന്ദുओं को मिलाकर पोस्टर को पूरा कीजिए और एक संदेश लिखिए. അപ്പോ ഇതൊരു ബാഗ് ബജാവോ എന്ന് പറഞ്ഞ പോസ്റ്റർ ആണ്. ഈ കുത്തുകൾ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾ ഈ പോസ്റ്റർ ആദ്യം തന്നെ കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം ഒരു മെസ്സേജും കൂടി എഴുതുക. എന്നിട്ട് പോസ്റ്റർ കംപ്ലീറ്റ് ചെയ്യുക. എന്താ എഴുതുക? ബാഗ് ബജാവോ പ്രകൃതിക്ക് രക്ഷാ കരോ, ടൈഗറിനെ രക്ഷിക്കൂ, നമ്മുടെ പ്രകൃതിയെ രക്ഷിക്കൂ. അടുത്തത് ചിത്രകാരി ഓർ ലേഖൻ. കപ്പു ഏക് ഭൂരെ രംഗ് കാ കുത്താ ഹേ. കപ്പു എന്ന് പറഞ്ഞാൽ ഒരു ബ്രൗൺ കളറുള്ള ഒരു ഡോഗ് ആണ്. ജോ ഏക് ഖേത് മേ രഹ്താ ഹേ. അതൊരു ഫീൽഡില് ഒരു കർഷകന്റെ കൂടെ ഒരു ഫാമിലാണ് ജീവിക്കുന്നത്. ചിത്ര പൂരെ കീജിയെ ഓർ കപ്പു കി ദിനചര്യ കെ ബാരെ മേ ലിഖിയേ. ഇവിടെ 1 2 3 അങ്ങനെ 6 കള്ളികൾ കൊടുത്തിട്ടുണ്ട്. 6 ബോക്സസ് ഉണ്ട്. ഓരോന്നിലും ഡെയിലി രാവിലെ എണീച്ചിട്ട് കപ്പു എന്താ ചെയ്യുന്നതെന്നും വരച്ചു വെച്ചിട്ടുണ്ട്. 2 ബോക്സിൽ എംറ്റി ആണ്, അവിടെ ഒന്നുമില്ല. അവിടെ എന്താണെന്ന് നിങ്ങൾ ഏകദേശം ഒരു ഊഹിച്ചിട്ട് വരയ്ക്കണം. അതിനുശേഷം കപ്പു രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കി ഇവിടെ എഴുതണം. നിങ്ങൾ ചെയ്യില്ലേ? അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് കപ്പു ചെയ്യുന്നതെന്ന്. ഫസ്റ്റ് കപ്പു കണ്ടോ, ഉറങ്ങി എണീച്ചിട്ട് അതിന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി.
कप्पू सुबह उठकर सबसे पहले अपने घर से बाहर आता है. വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. പിന്നെയോ രണ്ടാമത്തെ ചിത്രത്തിൽ എന്താ ഉള്ളത്? കിസാൻ പശുവിനെ കറന്ന് പാലെടുത്തോണ്ടിരിക്കുക. അപ്പൊ കപ്പു നേരെ അങ്ങോട്ട് പോകും അല്ലേ? फिर वह किसान के साथ गाय का दूध निकालने जाता है. പശുവിന്റെ പാല് കറക്കാൻ വേണ്ടി കിസാന്റെ കൂടെ പോകും. थोड़ी देर बाद കപ്പു അവിടെ ഒരു ബോക്സിൽ എംപ്റ്റി ആണ്. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. ഖേത് മേ കിസാൻ കെ സാത്ത് ജാത്താ ഹൈ. കിസാൻ ഖേത്തിലേക്ക് ജോലി ചെയ്യാൻ വേണ്ടി പോവില്ലേ? അപ്പൊ കപ്പു ഖേത്തില് ജോലി ചെയ്യാൻ കിസാന്റെ കൂടെ പോകും. അതിനുശേഷം ഫോർത്ത് പിക്ചറിൽ ഖാന ഖാനെ കെ ബാദ് ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം കപ്പു കുച്ച് ദേർ കെ ലിയെ കുറച്ച് സമയം സോ ജാത്താ ഹൈ. ചെറിയൊരു ഉച്ചമയക്കം, ഉറങ്ങും അല്ലേ? ഷാം കോ ഈവനിങ്. കണ്ടോ, ഈവനിങ്ങിൽ എന്താ കപ്പു ചെയ്യുന്നത്? ബോഡോ കെ സാത്ത് ഖേൽത്താ ഹൈ. ബോഡോ എന്ന് പറഞ്ഞ ഷീപ്പ് ഉണ്ടല്ലേ, ഷീപ്പിന്റെ കൂടെ കളിക്കും. സോനെ സെ പെഹ്ലെ ഉറങ്ങുന്നതിന് മുമ്പ് ഇവിടെ എന്തായിരിക്കും? നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും എഴുതാം. കിസാൻ കെ സാത്ത് ഘർ കെ ചാരോ ഓർ ടഹലേത്താ ഹൈ. വീടിന്റെ 4 പാടും കിസാന്റെ കൂടെ നടക്കും. അതിനുശേഷം ഉറങ്ങാൻ പോകും. और ऐसे ही गप्पू का दिन बीत जाता है. അപ്പൊ ഇങ്ങനെയാണ് എല്ലാ ദിവസവും കപ്പുവിന്റെ ദിനചര്യ പോകുന്നത്, ഡെയിലി ആക്ടിവിറ്റീസ് പോകുന്നത്. ജാനെ കപ്പു കൽ ക്യാ കരേഗാ. അപ്പൊ നാളെ കപ്പു എന്തായിരിക്കും ചെയ്യാ? അപ്പൊ ഈ ഒരു 2 ബോക്സിൽ നിങ്ങൾ ചിത്രങ്ങൾ വരയ്ക്കണം. പിന്നെ ആ ഒരു ഇതിനനുസരിച്ചിട്ട് ഇവിടെ എഴുതി ഫില്ലും ചെയ്യണം. ഈ ചാപ്റ്റർ ഇവിടെ കഴിയാണ്. അടുത്ത ചാപ്റ്ററുമായിട്ട് ഞാൻ പെട്ടെന്ന് വരാം. അതുവരേക്കും ബൈ.